2020 ലോകകപ്പിൻ്റെ 9ാം പതിപ്പിന് അമേരിക്കയിൽ തുടക്കമായിരിക്കുകയാണ്. ആതിഥേയരായ അമേരിക്കയും കാനഡയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. എന്നാൽ ഏവരും കാത്തിരിക്കുന്നത് ജൂൺ 9-ന് നടക്കുന്ന ഇന്ത്യ-പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിനാണ്. ന്യൂയോർക്കിലെ നാസോ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ക്രിക്കറ്റ് അത്ര ജനപ്രിയമല്ലാത്ത ഒരു നാട്ടിൽ 2020 ലോകകപ്പ് നടക്കുമ്പോൾ ഇന്ത്യ-പാക് പോരാട്ടം അമേരിക്കയിലുള്ള എല്ലാ ഇന്ത്യക്കാരെയും പാകിസ്ഥാൻകാരെയും സ്റ്റേഡിയത്തിലെത്താൻ പ്രേരിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ടൂർണമെൻറ്റിൻ്റെ ആരംഭത്തിന് മുമ്പ് ഇവൻറ്റിൻ്റെ ഔദ്യോഗിക ബ്രോഡ്കാസ്റ്ററായ സ്റ്റാർ സ്പോർട്സ് ഷോയിൽ ലോകകപ്പ് ജേതാക്കളായ ഹർഭജൻ സിംഗ്, ഇർഫാൻ പത്താൻ, മിസ്ബാ ഉൾ ഹക്ക് എന്നിവർ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു. ഇന്ത്യ-പാകിസ്ഥാൻ മത്സരങ്ങളിൽ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നവർക്കാണ് ജയം. ഇന്ത്യക്ക് വമ്പൻ ആധിപത്യമാണ് ലോകകപ്പ് മത്സരങ്ങളിൽ കിട്ടുന്നത്. ഇത്തവണ കോഹ്ലി പാകിസ്ഥാന് ഭീഷണി ഉണ്ടാക്കുമെന്നാണ് മിസ്ബാ പറഞ്ഞത്. വിരാട് കോഹ്ലി വിഷമകരമായ സാഹചര്യങ്ങളിൽ നന്നായി കളിക്കുന്ന താരമാണ്. കഴിഞ്ഞ ലോകകപ്പിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ എതിരാളിയുടെ കയ്യിൽ നിന്ന് ഗെയിം തട്ടിയെടുത്തതിനെക്കുറിച്ച് പറയണം. അത്തരം കളിക്കാർ എപ്പോഴും അപകടകാരികളാണ്. നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് ചിന്തിക്കണം. പാകിസ്ഥാൻ ടീമിന് അത് നന്നായി അറിയാമെന്നും മിസ്ബാ ഉൾ ഹക്ക് പറഞ്ഞു. 2020 ലോകകപ്പിൽ പാകിസ്ഥാന് ഏറ്റവും അധികം ആഘാതം സൃഷ്ടിക്കാൻ കഴിവുള്ള മറ്റൊരു ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറയാണെന്നും മിസ്ബാ പറഞ്ഞു. ഈ ലോകകപ്പിലും ബുംറ പാകിസ്ഥാനെതിരെ അപകടം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ മിസ്ബാ അതിനാൽ തന്നെ കോഹ്ലിയെയും ബുംറയെയും പാകിസ്ഥാൻ ടീം നോട്ടമിട്ടിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു.